പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട അപകടം 25ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്ന സൂചന. പരിക്കേറ്റവരുടെ എണ്ണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ന് നടക്കേണ്ടിയിരുന്ന ഷാഹി സ്നാനം നിർത്തിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഫോണിൽ വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രഞ്ജിത്ത് രാമേന്ദ്രനും കിരൺ ബാബുവും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം രഞ്ജിത്തിലേക്ക്. രഞ്ജിത്ത്, പ്രയാഗ്രാജിലെ ഈ മഹാകുംഭമേളയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു മൗനി അമാവാസി എന്ന് പറയുന്ന ഇന്നലത്തെ രാത്രി. ഇന്ന് ഷാഹി സ്നാനം നടക്കാനിരുന്നതാണ്. ഒരുപാട് തിരക്കുള്ളൊരു സമയമാണ്. ആ തിരക്ക് തന്നെയാണോ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്? തീർച്ചയായും ശ്രീജ, അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഏതാണ്ട് 10 കോടി ആളുകളെയാണ് UP സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നലെ രാത്രി 7:15 മുതൽ ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് ഈ ഷാഹി സ്നാൻ. അതായത് ഈ മഹാകുംഭമേളയുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഈ 3 ദിവസങ്ങളായാണ് ഈ ഷാഹി സ്നാൻ നടക്കുന്നത്. ഇനിയുള്ളത് 3-ാം തീയതിയാണ്. ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഈ ഷാഹി സ്നാൻ നടക്കുന്ന ഈ സ്ഥലത്തേക്ക്, അതായത് സംഗം എന്നറിയപ്പെടുന്ന ഗംഗ, ത്രിവേണി, സരസ്വതി നദികളുടെ സംഗമ സ്ഥാനത്തേക്ക് ആളുകളുടെ വല്ലാത്ത ഒരു ഒഴുക്കും പ്രവാഹവും ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട്. ഈ വന്ന ആളുകൾ അവിടെ തന്നെ തമ്പടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവര് തിരിച്ചു പോകണം എന്ന് UP സർക്കാർ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു. ആരും അവിടെ സ്റ്റേ ചെയ്യരുത് എന്ന ആവശ്യം UP സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് ഇന്നത്തെ സ്നാനത്തിൽ കൂടി പങ്കെടുത്ത് മടങ്ങാനുള്ള തീരുമാനത്തിന്റെ പുറത്താണ് പല ആളുകളും അവിടെ തമ്പടിച്ചത് എന്നുള്ളതാണ്. അതോടുകൂടി ഈ തിരക്ക് അനിയന്ത്രിതമായി, അതായത് നിയന്ത്രണത്തിനൊക്കെ അപ്പുറത്തുള്ള തിരക്കിലേക്ക് കാര്യങ്ങൾ പോയി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിലൂടെ ചേർത്ത് വെക്കണം. അത് നിർണായകമായി മാറുകയുമായിരുന്നു. അപ്പോൾ ഇന്ന് വന്ന ആളുകൾ കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ തമ്പടിച്ച ആളുകൾ കൂടി ചേർന്നപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പ്രദേശത്തിന് താങ്ങാവുന്നതിനപ്പുറത്തുള്ള ജനക്കൂട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നത് ഈ സ്ഥിതിഗതികൾ സങ്കീർണമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സ്റ്റാമ്പേഡിലേക്ക് കാര്യങ്ങൾ എത്തുകയും മറ്റും ചെയ്തത് എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ഈ പ്രദേശത്തിന്റെ പ്രത്യേകത 30 കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്ത് കാര്യങ്ങൾ താൽക്കാലികമായി ഒരുക്കിയ നിരവധി സംവിധാനങ്ങളാണ്. ആളുകൾക്ക് അസൗകര്യം ഉണ്ടാകാതിരിക്കാനായി ഏതാണ്ട് 20,000 ഹെക്ടർ സ്ഥലത്ത് താൽക്കാലികമായി സ്ഥാപിച്ച സ്നാനഘട്ടങ്ങളിലാണ് ഈ സ്നാനം നടന്നുകൊണ്ടിരുന്നത്. ഈ മഹാകുംഭമേള നടക്കുന്ന ഈ ത്രിവേണി സംഗമത്തിലാണ് ഈ പറഞ്ഞതുപോലെ ഷാഹി സ്നാൻ ദിവസം ഏറ്റവും കൂടുതൽ തിരക്കുകൾ ഉണ്ടാവുക. അവിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഏതായാലും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 40-45 ആളുകൾക്ക് പരിക്കേറ്റുണ്ട്. അതിൽ 15ഓളം ആളുകളുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ്. വിദേശ മാധ്യമങ്ങളൊക്കെ, BBC അടക്കമുള്ള വിദേശ മാധ്യമങ്ങളൊക്കെ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 40 മരണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അതൊന്നും UP സർക്കാരിന്റെ സ്ഥിരീകരണത്തിലില്ല. ഏതായാലും ചില മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് എന്ന തരത്തിലുള്ള ചില ചിത്രങ്ങളൊക്കെ പ്രാദേശിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും കാര്യങ്ങൾ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് മാറിയിരിക്കുകയാണ്. ഏതാണ്ട് 100ഓളം ആംബുലൻസുകൾ ആ സ്ഥലത്ത് ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗി ആദിത്യനാഥുമായി തുടർച്ചയായി സംസാരിക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാണ് എന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും കാര്യങ്ങളുടെ ഗൗരവം അല്പം കൂടിയിട്ടുണ്ട്. ശ്രീജ, ശരി. കിരൺ ബാബു കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, 2 മണിക്കൂറിനിടെ പ്രധാനമന്ത്രി 2 തവണ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി സംസാരിച്ചു എന്നൊക്കെ ആണ് വിവരങ്ങൾ വരുന്നത്. ഇത്രയേറെ ആളുകൾ എത്തുന്ന ഒരു സംവിധാനത്തെ വളരെ കൃത്യമായിട്ടാണ് ഇത്രയും നാൾ കൊണ്ടുപോയതെങ്കിലും തിരക്ക് അനിയന്ത്രിതമായാൽ എവിടെയും സംഭവിക്കാവുന്ന അപകടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് UP സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളെ നോക്കിക്കാണുന്നത്? എന്തൊക്കെയാണ് ദേശീയ മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ? ശ്രീജ, അതീവ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാരും UP സർക്കാരും ഈ വിഷയത്തെ കാണുന്നത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും 1 മണിക്കൂറിനിടെ 2 തവണയാണ് യോഗി ആദിത്യനാഥിനെ വിളിച്ച് വിഷയത്തിൽ സംസാരിച്ചത്. ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഔദ്യോഗിക ഉന്നതതല യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. DGPയും അതോടൊപ്പം തന്നെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ള യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും തീർത്ഥാടകർ ഭയക്കേണ്ടതില്ല, അല്ലെങ്കിൽ തെറ്റായ പ്രചരണങ്ങളിൽ വിശ്വസിക്കരുത് എന്നുള്ള സന്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. എന്തായാലും സ്ഥിതിയെല്ലാം ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് എന്നതാണ് യോഗി ആദിത്യനാഥിന്റെ ഭാഗത്തു നിന്ന് വരുന്ന, ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഔദ്യോഗികമായ വിശദീകരണം. ഇന്ന് വെളുപ്പാങ്കാലത്തെയാണ് ഈ ഷാഹി സ്നാനം, 2ാമത്തെ പ്രധാനപ്പെട്ട ഷാഹി സ്നാനമാണ്. മൗനി അമാവാസിയോടനുബന്ധിച്ച ഷാഹി സ്നാനം അത് നടക്കേണ്ടിയിരുന്നത്. നേരത്തെ രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ 3, 4, 5 ദിവസങ്ങളിലൊക്കെ വന്ന ആളുകളൊക്കെ, സാധാരണ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആളുകളൊക്കെ, സാധാരണക്കാരായ മനുഷ്യരൊക്കെ വന്നു കഴിഞ്ഞാൽ
3-4 ദിവസം ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് തന്നെ കിടന്നുറങ്ങി അവിടെ ഭക്ഷണമടക്കം സൗജന്യമായി ലഭിക്കും. അവിടെ തന്നെ ഉറങ്ങി അവിടെ കുംഭമേളയൊക്കെ കണ്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് മടങ്ങി പോകുന്നത്. ഈ ഷാഹി സ്നാനം, പ്രധാനപ്പെട്ട സ്നാനങ്ങളൊക്കെ നടക്കുന്ന ദിവസത്ത് വലിയ ഘോഷയാത്രകളൊക്കെ കാണാൻ കഴിയും. ഈ വിവിധ അഖാഡകളുടെ 13 പ്രധാനപ്പെട്ട അഖാഡകളുടെ നേതൃത്വത്തിൽ, പിന്നെ മറ്റ് ആശ്രമങ്ങളുടെയൊക്കെ നേതൃത്വത്തിലുള്ള വലിയ വർണ്ണാഭമായ കാഴ്ച തന്നെയാണ്. ആരെയും വളരെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ചിലർ അതിനെ പുണ്യമായും മറ്റു ചിലർ അതിൻ്റെ കൗതുക ആംഗിളിലും ഒക്കെ കാണാനുള്ള, അങ്ങനെ പലതരത്തിലുള്ള ഒരു ഉത്സവ സ്ഥലത്തെത്തുന്ന ആളുകളെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ധാരാളമായി വന്നു ചേരുന്ന സ്ഥലമാണ്. ഇന്നലെ രാത്രിയിൽ സ്വാഭാവികമായും വെളുപ്പാങ്കാലത്തെ 2:30-3 മണിയോടുകൂടി ആരംഭിക്കുന്ന ഈ യാത്ര, ഘോഷയാത്ര കാണാൻ വേണ്ടിയുള്ള ആളുകളുടെ തിക്കും തിരക്കും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനിടയിലാണ് ഈ വലിയ തിക്കിലും തിരക്കിലും പെട്ട് ഈ ആളുകളുടെ മരണം സംഭവിച്ചോ അല്ലെങ്കിൽ മരണം സംഭവിച്ചു എന്ന് പ്രാദേശിക മാധ്യമങ്ങളും ചില ഇന്റർനാഷണൽ മീഡിയയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി അങ്ങനെ ഒരു സ്ഥിരീകരണം ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും കുറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ കാര്യത്തിലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. സ്വാഭാവികമാണ്, ഇത്രയേറെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് പോലീസിനോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ അത് നിയന്ത്രിക്കുക എന്നതിന് ഒരു പരിധിയുണ്ട്. ഇത്ര കൂടുതൽ ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ തിക്കും തിരക്കും ഉണ്ടായാൽ അവിടെ മരണവും അപകടവും ഒക്കെ ഉണ്ടാകുന്നത് അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടതാണ്. ഇത്ര ദിവസങ്ങളിലും ആളുകളൊക്കെ വന്നിട്ട് ഓരോ 12 വർഷം കഴിയുന്തോറും കുംഭമേളയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ കാലത്ത് കൂടുതൽ സോഷ്യൽ മീഡിയയിലുള്ള പ്രചാരണങ്ങൾ അല്ലെങ്കിൽ മറ്റു തല മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണം സ്വാഭാവികമായും വിശ്വാസത്തിന്റെ ഭാഗമായും കൗതുകത്തിന്റെ ഭാഗമായും ഒക്കെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. അങ്ങനെ കൂടുന്ന ആളുകൾ, പക്ഷേ ഈ പ്രയാഗ്രാജിലൊക്കെയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്ന ഒരു നദീ തടത്തിൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്ന സംവിധാനങ്ങളാണ് ഇത്രയേറെ ആളുകൾക്ക് താമസിക്കാനും ഇത്രയേറെ ആളുകൾക്ക് മറ്റ് പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടിയും സ്ഥിരമായി അവിടെ താമസിക്കുന്ന സന്യാസി സമൂഹങ്ങൾ ഇവർക്കെല്ലാം വേണ്ടിയുള്ളത്. അല്ലാതെ പ്രയാഗ്രാജ് പോലെ ഒരു സ്ഥലത്ത് അങ്ങനെ ഇത്രയേറെ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ അലഹബാദ് എന്ന് മുൻപ് പറഞ്ഞിരുന്ന ഈ നഗരം അങ്ങനെ ഒരു വലിയ താമസ സൗകര്യവും അങ്ങനെയുള്ള ഒരു നഗരമല്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ PM നാരായണൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PM നാരായണൻ ഇപ്പോൾ ഉള്ളത് പ്രയാഗ്രാജിലാണ്. ശ്രീ PM നാരായണൻ, ഇപ്പോൾ കിരൺ പറഞ്ഞതുപോലെ താങ്കൾ ഇതിനു മുൻപ് 2 മഹാകുംഭ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇത് 3ാമത്തെ മഹാകുംഭമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുമ്പുള്ളതുപോലെയല്ല, ഇത്തവണ ഈ സോഷ്യൽ മീഡിയയും വിഷ്വൽ മീഡിയയും ഒക്കെ ഇത്ര പ്രചാരത്തിലായതോടുകൂടി ഇത് കണ്ടറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുന്ന സഞ്ചാരികൾ കൂടിയുള്ള അതാണ് അവിടുത്തെ ആൾക്കൂട്ടം. അങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു അപകടം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമായിരുന്നു. പക്ഷേ എന്തായാലും നമുക്ക് പൂർണ്ണമായ വിവരങ്ങൾ കിട്ടുന്നില്ല. എന്താണ് നിലവിൽ അവിടുത്തെ സ്ഥിതി? ഷാഹിസ്നാനം നിർത്തിവെച്ചു എന്ന് അറിയുന്നുണ്ട്. എല്ലാം നോർമലായി തുടങ്ങിയിട്ടുണ്ടോ? ഏറ്റവും പ്രധാന സംഗതി, ഈ അപകടം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ല. അതായത് ഡെത്ത് ടോൾ, എത്ര പേർ മരിച്ചു എന്നുള്ളത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എത്ര പേർക്ക് പരിക്ക് പറ്റി എന്നുള്ളതും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെയുള്ള കുംഭമേള നഗരിയിൽ തന്നെ വലിയൊരു ഹോസ്പിറ്റലുണ്ട്. അതിന് മുമ്പിൽ ഒട്ടനവധി ബന്ധുക്കൾ, ഇവരുടെ വിക്ടിംസിന്റെ ബന്ധുക്കളെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരെല്ലാം വളരെ അപ്സെറ്റുമാണ്. പിന്നെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള സ്നാന ദിവസമാണ് ഇന്ന്. മൗനി അമാവാസ്യ എന്ന് പറയും. അതായത് ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് തന്നെ ഏകദേശം 10 കോടിയോളം ആളുകൾ ഇന്ന് ഇവിടെ എത്തും എന്നുള്ളതാണ് സർക്കാർ തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഒരു 8:30 വന്ന ഒരു പ്രസ് റിലീസ് അനുസരിച്ച് 3 കോടി ആളുകൾ ഇന്നത്തെ ദിവസം ഇവിടെ കുളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉത്തർപ്രദേശ് ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് ഇവിടെ എത്തിയിട്ടുള്ള ആളുകളുടെ എണ്ണം എത്രയാണെന്നുള്ളത്. ഇതൊരു സ്ഥലത്തല്ല വരുന്നത്, ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു സ്ട്രെച്ചാണ്. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ ഗംഗയും യമുനയും പിന്നെ ഇൻവിസിബിൾ ആയുള്ള സരസ്വതിയും ചേരുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിനാണ് സംഗം എന്ന് പറയുന്നത്. ആ സംഗമാണ് ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥലം. അപ്പൊ അവിടെ കുളിക്കുക എന്നുള്ളതാണ് ആളുകളുടെ എല്ലാം വലിയ ലക്ഷ്യങ്ങളിലൊന്നും. അപ്പൊ അവിടേക്ക് കുളിക്കാൻ വേണ്ടി ഇടിച്ചു കയറിയിട്ടുള്ള ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. പ്രത്യേകിച്ചും ബാരിക്കേഡ് വെച്ചിട്ട് ആളുകൾ, പോലീസ് പലതരത്തിലും ആളുകൾ ഡൈവേർട്ട് ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് വിടുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രത്യേക സ്പോട്ടിൽ പോയി കുളിക്കുക എന്നുള്ള ഒരു വിശ്വാസം ആണ് ഇപ്പോൾ ഈ അപകടത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. വീണ്ടും പറയുന്നു, ഈ അപകടത്തിൽ എത്ര പേർ മരിച്ചു എന്നുള്ളതും എത്ര പേർ ഇഞ്ചേർഡ് ആയി എന്നുള്ളതും നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ നില. ശ്രീ നാരായണൻ, ഈ കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പോൾ നോർമൽ ആയിട്ടുണ്ടോ? ഇന്ന് ഈ അഖാഡകളിൽ നിന്ന് വരാനുണ്ടായിരുന്ന ആളുകളോട് ഇന്ന് വരേണ്ട അല്ലെങ്കിൽ അവരായിട്ട് വരുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ 3-ാം തീയതി ഉള്ള അടുത്ത ഷാഹി സ്നാനത്തിൽ പങ്കെടുത്തോളാം എന്ന് പറയുന്നുണ്ട്. നോർമൽ ആളുകൾക്ക്, സാധാരണ അവിടെ എത്തുന്ന ആളുകൾക്ക് സ്നാനം എടുത്തിട്ട് പോരാമെന്നും അറിയിച്ചതായി കണ്ടു. ഈ ആളുകളൊക്കെ അവിടെ എത്തിയ ആളുകളൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ ഇപ്പോ?
ഉണ്ട്. സാധാരണ സ്നാനത്തിന് വലിയ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഇപ്പൊ എല്ലാ റോഡുകളിലൂടെയും റോഡുകളെല്ലാം നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പം പക്ഷെ യോഗി ആദിത്യനാഥിന്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു കുറച്ച് അല്പം മുമ്പ്. അദ്ദേഹം പറഞ്ഞത് ഈ സംഗം ഏരിയയിലേക്ക് പോവാതെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള കടവിൽ പോയി കുളിക്കുകയും തിരിച്ചു പോവുകയും വേണമെന്നുള്ളതാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ശരിയാണ്, ഈ അഖാഡകളെ സംബന്ധിച്ചിടത്തോളം, അതായത് സന്യാസി സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കുളിയുടെ ദിവസമായിരുന്നു ഇന്ന്.